സ്വാഗതം. ബേസിക് അക്കൗണ്ടിങ്ങിൽ എങ്ങനെ ജേണൽ എൻട്രി എഴുതാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ജേണൽ എൻട്രി എഴുതാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കുക, ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് മനസ്സിലാക്കാം. ജേണൽ എൻട്രി എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ജേണൽ എഴുതുമ്പോൾ നിങ്ങൾ ആ ബിസിനസ് സ്ഥാപനമാണ് എന്ന് കരുതാം. ആ ട്രാൻസാക്ഷൻ നടത്തിയ ബിസിനസ് സ്ഥാപനം നിങ്ങളാണ് എന്ന് കരുതാം. ഓക്കെ, നിങ്ങളാണ് എന്ന് കരുതിയ വളരെ സിമ്പിളായിട്ട് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ ഈ കാര്യം. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ആ ട്രാൻസാക്ഷൻ നടത്തിയ ബിസിനസ് സ്ഥാപനം നിങ്ങളാണ് എന്ന് അസ്യൂം ചെയ്താൽ ജേണൽ എൻട്രി വളരെ സിമ്പിളായിട്ടും ആസ്വദിച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ട്രാൻസാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻ ജേണലൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കിട്ടുമ്പോൾ വാങ്ങിയതും സോൾഡ് ചെയ്തതും, ബോട്ട് ചെയ്തതും സോൾഡ് ചെയ്തതും ക്രെഡിറ്റ് ആണോ അതോ ക്യാഷിനാണോ എന്ന് മനസ്സിലാക്കണം. ആദ്യം ചെയ്യേണ്ടത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനോ ആണോ, ഏത് ട്രാൻസാക്ഷൻ കിട്ടിയാലും അത് ക്രെഡിറ്റ് ആണോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ എന്ന് നോക്കണം. ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ എന്ന് നോക്കേണ്ടത് ബോട്ടിൻ്റെയും സോൾഡിൻ്റെയും ട്രാൻസാക്ഷൻ മാത്രമാണ്. ഒരു സ്ഥാപനം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉള്ള ട്രാൻസാക്ഷൻസ് ക്യാഷിനാണോ ക്രെഡിറ്റിനാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിലേക്ക് നോക്കാം. ഇവിടെ ഏകദേശം ഒരു 10ഓളം ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജേണലൈസ് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ പറയുന്നത് ജേണലൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് അതിൽ പറയുന്നു 1 ജനുവരി 2019 ആദ്യത്തെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ആ ബിസിനസ് സ്ഥാപനത്തിൽ ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷിന് സാധനങ്ങൾ വാങ്ങി. ഇത് ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. കാരണം ക്യാഷിന് വാങ്ങിയെന്ന് പറയുന്നുണ്ട്, നമ്മൾ വിശദീകരിച്ചതാണത്. ക്യാഷിന് വാങ്ങിയെന്ന് പറയുന്നുണ്ട് 2500 രൂപ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ റെസീവിങ് ആസ്പെക്റ്റും ഉണ്ടാവും, ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടാവും. നമ്മൾ പഠിച്ചതാണ് ഏതാണ് റെസീവിങ് ആസ്പെക്റ്റ്, ഏതാണ് ഗിവിങ് ആസ്പെക്റ്റ് എന്നുള്ളത്. രണ്ടാമത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷിന് സാധനം വിറ്റു. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉള്ള ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ എന്ന് നോക്കണം. ക്യാഷ് തന്നെയാണ്, കാരണം ഇവിടെ എന്ത് പറയുന്നുണ്ട്, ക്യാഷ് എന്ന് പറയുന്നുണ്ട് 1250. മൂന്നാമത്തെ ജേണൽ എൻട്രി ബോട്ട് ഫർണിച്ചർ വാങ്ങി, ഇതും ക്യാഷ് തന്നെയാണ്. ക്യാഷ് എന്ന് പറയണ്ട, ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പേര് പറഞ്ഞു എന്നിട്ട് ക്യാഷ് എന്ന് പറയുന്നില്ല എങ്കിലാണത് ക്രെഡിറ്റ് ആവുക. ബാക്കിയുള്ള സമയങ്ങളൊക്കെ എന്താണ്, ക്യാഷ് ആണ്, നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ ഇതും ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സാധനം ക്യാഷിന് വിറ്റു, അതും ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. സോൾഡ് ഗുഡ്സ് ടു രാജൻ, കണ്ടില്ല, രാജന് സാധനം വിറ്റു. സാധനം വിറ്റു എന്ന് പറയുന്നത് ക്യാഷിനാണ് എന്ന് പറയുന്നില്ല. സോൾഡ് ഗുഡ്സ് ടു രാജൻ ഫോർ ക്യാഷ് എന്നാണെങ്കിൽ ക്യാഷിന് വിറ്റപ്പോൾ പിന്നെ രാജൻ അവിടെ എന്തില്ല, രാജൻ അവിടെ യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷെ ഇവിടെ രാജന് സാധനം വിറ്റു എന്നാണ് പറയുന്നതെങ്കിൽ ഇത് എന്ത് ട്രാൻസാക്ഷൻ ആണ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, കടത്തിന് വിറ്റതാണ്. ഓക്കെ, ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മോഹൻ, മോഹന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി. കണ്ടോ, മോഹൻ എന്നേ പറഞ്ഞുള്ളൂ, ക്യാഷ് എന്ന് പറയുന്നില്ല. ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻ അവിടെ സ്റ്റാൻസ് ഇല്ല. മോഹൻ എന്ന വ്യക്തിയുടെ പേര് മാത്രമായതുകൊണ്ട് അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ദെൻ റെസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ സ്വീകരിച്ചു. സാലറി കൊടുത്തു. ക്യാഷ്, രാജന്റെ കയ്യിൽ നിന്നും ക്യാഷ് ലഭിച്ചു. രാജന് സാധനം, നമ്മൾ 2500 രൂപേൻ്റെ സാധനങ്ങൾ 8-ാം തീയതി വിറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലിൽ അയാൾ ക്യാഷ് നമുക്ക് തന്നു. എത്ര രൂപ തന്നു? അയാളെ കയ്യിൽ നിന്ന് ക്യാഷ്, രാജൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് 1500 രൂപ വാങ്ങി. ദെൻ പെയ്ഡ് ക്യാഷ് മോഹന് ക്യാഷ് കൊടുത്തു. മോഹൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം കടത്തിന് വാങ്ങിയിരുന്നു 3000 രൂപേൻ്റെ സാധനം, അതിന് 1500 രൂപ നമ്മൾ തിരിച്ചു കൊടുത്തു. ദെൻ ക്യാഷ്, പിന്നെ മോഹൻ. ദെൻ നെക്സ്റ്റ് പെയ്ഡ് റെൻറ്റ്, വാടക കൊടുത്തു 750. ഓക്കെ, ഇതാണ് നമ്മൾ ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് ജേണലൈസ് ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ചതാണ് ഇതിൻ്റെ മുന്നേ. റെസീവിങ് ആസ്പെക്റ്റ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഗിവിങ് ആസ്പെക്റ്റ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യാമെന്നും പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം റെസീവിങ് ആസ്പെക്റ്റ് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഗിവിങ് ആസ്പെക്റ്റ് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഏത് ട്രാൻസാക്ഷൻ കിട്ടിയാലും അതിൻ്റെ റെസീവിങ് ആസ്പെക്റ്റ് ഏതാണ്, ഗിവിങ് ആസ്പെക്റ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. കണ്ടെത്താനുള്ള വഴി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതാൻ നോക്കി. ഇതൊരു ജേണലാണ്, ഈ കാണുന്നത് ഒരു ജേണലാണ്. ജേണലിൽ എത്ര കോളം വേണം, ഒരു ഡേറ്റ് കോളം വേണം. പർട്ടിക്കുലേഴ്സ് എഴുതാൻ ഒരു കോളം വേണം.
ലെഡ്ജർ ഫോളിയോ, LF, ലെഡ്ജർ ഫോളിയോ എന്നാണ് പറയുക. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ, FOLIO, ലെഡ്ജർ ഫോളിയോ. ദെൻ ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇങ്ങനെ കോളമാണ് വേണ്ടത്. ഓക്കെ, എന്തൊക്കെ വേണം? ഡേറ്റ് കോളം വേണം, പെർട്ടിക്കുലേഴ്സ് എഴുതാൻ ഒരു കോളം വേണം, ലെഡ്ജർ ഫോളിയോക്ക് ഒരു കോളം വേണം, ഡെബിറ്റിന് ഒരു കോളം വേണം, ക്രെഡിറ്റിന് ഒരു കോളം വേണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ എടുക്കാം. നിങ്ങൾ എപ്പോഴും അനുമാനിക്കേണ്ടത് നിങ്ങളാണ് ആ ട്രാൻസാക്ഷൻ നടത്തുന്ന ബിസിനസ് സ്ഥാപനം എന്ന് അനുമാനിക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് കിട്ടുന്ന റിസീവ് ചെയ്യുന്ന ഒരു തലമുണ്ടാവും, അതിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യുക. നിങ്ങൾ ഗിവിങ് ചെയ്യുന്ന ഒരു തലമുണ്ടാവും, അതിനെന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ റിസീവ് ചെയ്യുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഗിവിങ് ചെയ്യുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ എടുക്കുക. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താ? ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾ ബോട്ട് ബുക്കിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ജേണൽ എൻട്രിന്റെ ഭാഗത്തേക്ക് നോക്കുക. ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്താ? ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ്. ഫോർ 2500 രൂപക്ക് സാധനങ്ങൾ വാങ്ങി. സാധനങ്ങൾ വാങ്ങുമ്പോൾ റിസീവ് ചെയ്യുന്നത് എന്താ? നമ്മൾ പഠിച്ചതാണ്. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. ബിസിനസ് റിസീവ് ചെയ്യുന്നത് ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് എഴുതി വെക്കാറില്ല. എന്താ എഴുതി വെക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്? പർച്ചേസസ്. ഗിവിങ് ചെയ്യുന്നത് എന്താ? സാധനം വാങ്ങുമ്പോൾ ആ ബിസിനസ് സ്ഥാപനം നമ്മൾ കൊടുക്കുന്നത് എന്താ? ക്യാഷ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താ? ബോട്ട് എന്ന് പറയുന്ന ഇവിടെ എന്ത് ചെയ്താ? അങ്ങ് എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. റിസീവിങ് ചെയ്യുന്ന, ഡെബിറ്റ് ചെയ്യുന്നത് ആദ്യം എഴുതാം. പർച്ചേസസ്. റിസീവ് ചെയ്യുന്നത് ഏതാ? പർച്ചേസസ് അക്കൗണ്ട് ഡെബ്റ്റർ. എഴുതുന്നത് വളരെ ശ്രദ്ധിച്ചു നോക്കുക. പർച്ചേസസ് അക്കൗണ്ട്, A-C കണ്ട, അക്കൗണ്ട് എന്ന് വായിക്കും. DR എന്നാണ് എഴുതുന്നത്. ഡെബ്റ്റർ എന്ന് വായിക്കും. പർച്ചേസസ് അക്കൗണ്ട് ഡെബ്റ്റർ. റിസീവ് ചെയ്യുന്നതിന് ആദ്യം എഴുതാം. ഫസ്റ്റ് ജേണൽ എൻട്രി എന്താ? ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനം വാങ്ങി എന്നുള്ളതാണ് ജേണൽ ട്രാൻസാക്ഷൻ. അതിന്റെ റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യണം. റിസീവിങ് ആസ്പെക്റ്റ് ഏതാ? ഗുഡ്സ് ആണ് റിസീവ് ചെയ്ത്. ഗുഡ്സ് എന്ന് എഴുതൂല എന്ന് നമ്മൾ പഠിച്ചു. പർച്ചേസസ് എന്ന് എഴുതും. പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ. പർച്ചേസസ് അക്കൗണ്ട് ഡെബ്റ്റർ. ആദ്യം എഴുതേണ്ടത് ഡെബിറ്റ് സൈഡാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ. ഇനി ഗിവിങ് ചെയ്യുന്നത് രണ്ടാമത്തെ എഴുതാം. രണ്ടാമത്തെ എഴുതാം. കുറച്ച് സ്പേസ് ഇവിടുന്ന് വിടണം. കുറച്ച് സ്പേസ് ഇങ്ങോട്ട് വിടാം. ഏകദേശം ഈ ഒരു സീൻ്റെ ഇവിടേക്ക് വരുന്ന രീതിയിൽ 2 എന്ന് എഴുതുന്നുണ്ട്. 2 പർച്ചേസസ് അക്കൗണ്ട് ഡെബ്റ്റർ 2. ഏതാണ് നമ്മൾ ഗിവിങ് ചെയ്തത്? അത് ഇവിടെ എഴുതാം. ക്യാഷ് അക്കൗണ്ട്, A-C, ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ആദ്യം എഴുതേണ്ടത് എന്താ? റിസീവിങ് ആസ്പെക്റ്റ് അഥവാ ഡെബിറ്റ് ആണ് എഴുതേണ്ടത്. ഡെബിറ്റ് എങ്ങനെ എഴുതണം? അത് ഇവിടുന്ന് തുടങ്ങണം. ഈ ഡേറ്റ് കോളം തുടങ്ങണം, ഇവിടുന്ന് തുടങ്ങണം. പർച്ചേസസ് അക്കൗണ്ട് ഡെബ്റ്റർ. വലിയ കോളായിരിക്കും. ആ കോളം മൊത്തമായിട്ട് എഴുതൊന്നും വേണ്ട. അതിന്റെ അവസാനത്തിൽ ലെഡ്ജർ പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ലെഡ്ജർ ഫോളിയോന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡെബ്റ്റർ എന്ന് എഴുതാം. ഡെബ്റ്റർ അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എന്നിട്ട് ക്യാഷ് അക്കൗണ്ട് 2 എന്ന് എഴുതേണ്ടത് കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതാം. അവിടെ ഇനി CR എന്ന് എഴുതണ്ട, ക്രെഡിറ്റ് എന്ന് എഴുതണ്ട. ഓക്കെ, ഇങ്ങനെ എഴുതും. ഡേറ്റ് എഴുതണം. എന്നാ ഡേറ്റ്? 2019 ജനുവരി 1-ാം തീയതി എന്ന് എഴുതണം. എന്നിട്ട് എമൗണ്ട്, എത്ര എമൗണ്ട്? ഈ പർച്ചേസ് അക്കൗണ്ടിന് നേരെയും 2500 എന്ന് എഴുതണം. ക്യാഷ് അക്കൗണ്ടിന്റെ നേരെയും ക്രെഡിറ്റ് കോളത്തിൽ 2500. ലെഡ്ജർ ഫോളിയോ ഒഴിവാക്കിയിടാം. അത് അക്കൗണ്ടന്റുമാർക്ക് എഴുതാനുള്ള കോളമാണ്. ഇത് ഇന്ന് എത്രാമത്തെ ലെഡ്ജർക്ക് അടുത്ത് എഴുതിയത് എന്നുള്ള നമ്പർ എഴുതാനുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ നരേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി എഴുതണം. നരേഷൻ. എങ്ങനെ നരേഷൻ എഴുതാം? ബീയിങ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് എഴുതിയാൽ മതി. ബീയിങ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. എന്താണോ ആ ട്രാൻസാക്ഷനിൽ നടന്നത്, ആ ട്രാൻസാക്ഷനിൽ നടന്നത് ബീയിങ് എന്ന് വെച്ചിട്ട് എഴുതാം. ബീയിങ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയാം. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുക. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? നരേഷൻ. എന്താ വിളിക്കാം? നരേഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. നരേഷൻ. NARAATIO. നരേഷൻ എഴുതാം. ഓക്കെ, നരേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ കോളം മാത്രം, പെർട്ടിക്കുലേഴ്സിന്റെ കോളം മാത്രം ഇങ്ങനെ വരച്ചിടാം. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം എഴുതേണ്ടത് എന്താ? റിസീവിങ് ആസ്പെക്റ്റ് ആണ്. പർച്ചേസസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഗിവിങ് ആസ്പെക്റ്റ് എഴുതാം. ഇനി ഡേറ്റ് കോളത്തിൽ രണ്ടാമത്തെ ഇത് നടക്കുന്നത് എന്നാ? ഡേറ്റ്
2019 ജനുവരി 2-ാം തീയതി. അപ്പോൾ 2019 ജനുവരി എന്നുള്ളതിനൊക്കെ സെമികോൾ ഇട്ടാൽ മതി. 2-ാം തീയതി നടന്നുകൊണ്ട് 2 ചെയ്ത ഡേറ്റ് കോളത്തിന്. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനം വിറ്റു. ഓക്കെ, ക്യാഷിന് സാധനം വിൽക്കുമ്പോൾ ബിസിനസ് റിസീവ് ചെയ്യുന്നത് എന്താ? നമ്മൾ റിസീവ് ചെയ്യുന്നത് എന്താ? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സാധനം ക്യാഷിന് വിറ്റു. നമ്മൾ റിസീവ് ചെയ്യുന്ന ആസ്പെക്ട് എന്താ? ക്യാഷ്. അപ്പൊ ക്യാഷ് എന്ന് എഴുതാം. റിസീവിങ് ആസ്പെക്റ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. എന്ത് എഴുതാം? ക്യാഷ്. ഇവിടുന്ന് ഡേറ്റ് കോളത്തിന്റെ അടുത്തുനിന്ന് ക്യാഷ്. ക്യാഷ്. ദെൻ അക്കൗണ്ട്. ഡെപ്റ്റർ എന്നുള്ളത് ഈ ലെഡ്ജർ ഫോളിയോന്റെ ഏകദേശം അടുത്ത് കൊണ്ട് എഴുതുക. ഡെപ്റ്റർ. എന്താ നമ്മൾ ഗിവിങ് ചെയ്യുന്നത്? സാധനം വിറ്റാൽ, ക്യാഷിന് വിറ്റാൽ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യും. എന്ത് ഗിവിങ് ചെയ്യും? ഗുഡ്സ് ഗിവിങ് ചെയ്യും. ഗുഡ്സ് എന്ന് പൊതുവിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഗുഡ്സ് എന്ന് എഴുതി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഗുഡ്സിന് പേരുണ്ടെങ്കിൽ പേര് എഴുതാം, അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് എഴുതാൻ പാടില്ല. സെയിൽസ് ആണെങ്കിൽ സെയിൽസ് എന്നും, പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് എന്ന് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഗിവിങ് ആസ്പെക്ട് എന്താ? സെയിൽസ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തും? ടു. കുറച്ച് സ്പേസ് ഇടുക. സ്പേസ് ഇട്ടിട്ട് ഇവിടുന്ന് ഡേറ്റിന്റെ കോളത്തിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് സ്പേസ് ഇടുക. ടു എന്ത് അക്കൗണ്ട്? ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ട് സെയിൽസിനൊപ്പം തന്നെയാണ്. ഡെപ്റ്റർ എഴുതുമ്പോൾ ഈ ലെഡ്ജർ ഫോളിയോന്റെ അടുത്തേക്ക് എഴുതാം. എന്ത് എഴുതാ? നരേഷൻ എഴുതണം. എന്ത് എഴുതും? നരേഷൻ. എന്താണോ ആ ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഒരു ചുരുക്ക രൂപമാണ് നരേഷൻ എന്ന് പറഞ്ഞത്. ബീയിങ് സോൾഡ് ഗുഡ്സ്. അല്ലെങ്കിൽ ആ ജേണൽ എൻട്രി എഴുതിയാലും മതി, എമൗണ്ട് എടുത്ത് ഒഴിവാക്കിയിട്ട്. എന്നിട്ട് എമൗണ്ട് എടുത്ത് ചെയ്ത് എത്ര? 1250. ഇതും അതേപോലെ തന്നെ ഇതിന്റെ താഴെ വരയ്ക്കാം. പെർട്ടിക്കുലേഴ്സ് കോളം ഓരോ ജേണൽ എൻട്രി കഴിയുമ്പോഴും അതിനിങ്ങനെ എന്ത് ചെയ്യാം? പെർട്ടിക്കുലേഴ്സ് കോളം മാത്രം ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത ജനുവരി 2019 ജനുവരി 3-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ. 2019 ജനുവരി 3-ാം തീയതി എന്താ പറഞ്ഞത്? ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ ക്യാഷിന് വാങ്ങി. ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ക്യാഷിനാണെന്ന് അനുമാനിക്കണം, അസംഷൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ബോട്ട് ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ വാങ്ങുമ്പോൾ ബിസിനസ്സിന് ലഭിക്കുന്ന റിസീവ് ചെയ്യുന്നത് എന്താ? ഫർണിച്ചർ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് എഴുതണം? ഫർണിച്ചർ. റിസീവ് ചെയ്യുന്നതിന് ആദ്യം എഴുതണം ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ. ഫർണിച്ചർ വാങ്ങി. എന്ത് പോകും? ഫർണിച്ചർ വാങ്ങുമ്പോൾ എന്ത് ഗിവിങ് ചെയ്യും? ക്യാഷ്. അപ്പൊ കുറച്ച് സ്പേസ് ഇട്ടിട്ട് എന്ത് എഴുതും? ടു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതും. എന്നിട്ട് നരേഷൻ എഴുതണം. എന്ത്? ബീയിങ് ബോട്ട് ഫർണിച്ചർ, അല്ലെങ്കിൽ ബീയിങ് പർച്ചേസ് ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങി എന്ന് എഴുതണം. എത്ര എമൗണ്ട്? എത്ര? 5000. എമൗണ്ട് ഡെബിറ്റിന്റെ നേരെയും 5000 എന്ന് എഴുതണം, ക്രെഡിറ്റിന്റെ നേരെയും 5000 എന്ന് എഴുതണം. ഇത് ഡെബിറ്റ് ആണ്, ഇത് ക്രെഡിറ്റ്. ഇത് റിസീവിംഗ് ആണ്, ഇത് ഗിവിംഗ് ആണ്. റിസീവിങ്ങിനെ ഡെബിറ്റ് ചെയ്യണം, ഗിവിങ്ങിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ അതേ ദിവസം തന്നെ 3-ാം തീയതി വീണ്ടും ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ ഡേറ്റ് കോളിൽ സെമി കോൾ ഇട്ടിട്ട് വീണ്ടും 3 എന്ന് എഴുതി. 3-ാം തീയതി എന്താ ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുള്ളത്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് സാധനങ്ങൾ വിറ്റു. സാധനങ്ങൾ വിൽക്കുമ്പോൾ റിസീവ് ചെയ്യുന്നത് എന്താ? ബിസിനസ്. സാധനം വിറ്റു. വിറ്റ എന്ത് റിസീവ് ചെയ്യും ബിസിനസ്? ക്യാഷ് റിസീവ് ചെയ്യും. അപ്പൊ ക്യാഷിന് നമ്മൾ ആദ്യം എഴുതണം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡെപ്റ്ററിന് ലെഡ്ജർ ഫോളിയോന്റെ അടുത്ത് കൊണ്ട് എഴുതുക. പിന്നെ ഒരു സ്പേസ് ഇട്ടിട്ട് എഴുതാ. എന്ത്? ടു. ഗുഡ്സ് ആണ് വിറ്റത്. ഗുഡ്സ് എന്ന് എഴുതാറില്ല. സെയിൽസ് ആണെങ്കിൽ സെയിൽസ് എന്ന് എഴുതും, പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് എന്ന് എഴുതും. ടു സെയിൽസ്. നരേഷൻ എന്ത് എഴുതാ? ബീയിങ് സോൾഡ് ഗുഡ്സ് എന്ന് എഴുതാം. സാധനം വിറ്റു. ഗുഡ്സ് ഫോർ ക്യാഷ് എന്നൊക്കെ എഴുതണം. എത്രയാ കിട്ടിയ എമൗണ്ട്? ക്യാഷ് എത്രയാണ് അന്ന് വിറ്റത്? എത്ര രൂപക്കാ വിറ്റത്? 3000 രൂപക്ക് സാധനം വിറ്റു. 3000 എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ അടിയിൽ വരയ്ക്കും. അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ. ഡെബിറ്റ് റിസീവിങ് ചെയ്യുന്നതിന് ആദ്യം എഴുതും. അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഈ ഡേറ്റ് കോളത്തിൻ്റെ അടുത്ത് മുതൽ എഴുതിയിട്ട് ഡെപ്റ്റർ ലെഡ്ജർ ഫോളിയോൻ്റെ അവസാനത്ത് കൊണ്ടുപോയിട്ട് എഴുതും. എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ക്രെഡിറ്റ് എമൗണ്ട് ഗിവിങ് ചെയ്യുന്നത് എന്ത് ചെയ്യും? കുറച്ച് സ്പേസ് ഇട്ടിട്ട് എഴുതും. അതിൻ്റെ എമൗണ്ട് ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് കോളത്തിലും എഴുതി വെക്കും. ദെൻ അതിൻ്റെ നരേഷൻ എഴുതും. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. അടുത്ത ജേണൽ ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മായ്ച്ചിട്ട് എഴുതാണ്. അടുത്തത് അതിൻ്റെ അടിക്ക് എഴുതാം.
ജേണൽ എന്ന് ഹെഡിങ് എഴുതണം. എന്നിട്ട് അടുത്തത് അതിൻ്റെ അടിക്ക് എഴുതാം ഡേറ്റ് കോളം, പിന്നെയോ പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെയോ ഡെബിറ്റ് കോളം, പിന്നെയോ ക്രെഡിറ്റ് കോളം. ഇവിടെ എന്ത് വേണം? ഒരു ലെഡ്ജർ ഫോളിയോ. ഇത്രയാണുള്ളത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഡേറ്റ് കഴിഞ്ഞു. ഇനി 8-ാം തീയതി. 8-ാം തീയതി അതേ ഡേറ്റിന് തന്നെ ജനുവരി 2019 8-ാം തീയതി എന്തുണ്ടായിട്ടുണ്ട്? സോൾഡ് ഗുഡ്സ് ടു രാജൻ. സോൾഡ് ഗുഡ്സ് ടു രാജൻ. രാജന് സാധനങ്ങൾ വിറ്റു. ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ? ക്രെഡിറ്റ് ആണ്. എന്തുകൊണ്ടാണ് അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയത്? വ്യക്തിയുടെ പേരോ സ്ഥാപനത്തിൻ്റെ പേരോ ക്യാഷ് എന്നില്ലാതെ തന്നു കഴിഞ്ഞാൽ, ഫോർ ക്യാഷ് എന്ന് പറയാതെ തന്നു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ബിസിനസ് റിസീവ് ചെയ്യുന്ന തല എന്താ? ക്യാഷ് ആണോ? ക്യാഷ് കിട്ടുന്നില്ല. പകരം എന്ത് കിട്ടി? ഒരു കടക്കാരനെ കിട്ടി. നമ്മൾ സാധനം കടത്തിന് വിറ്റു. നമുക്ക് കിട്ടിയത് രാജൻ എന്ന് പറയുന്ന കടക്കാരനെയാണ്. നമുക്ക് കടം തരാനുള്ള രാജനെ നമുക്ക് കിട്ടി. എന്ത് കിട്ടിയില്ല? ക്യാഷ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതണം? രാജന്റെ പേര് എഴുതണം ക്യാഷിന് പകരം. കാരണം നമുക്ക് രാജനെയാണ് കിട്ടിയത്. രാജൻ. അക്കൗണ്ട് ഡെപ്റ്റർ. ഡെപ്റ്റർ എഴുതേണ്ടത് ലെഡ്ജർ ഫോളിയോന്റെ അടുത്താണ്. ഡെപ്റ്റർ ടു. എന്താ നമ്മൾ കൊടുത്തത്? രാജന് ഗുഡ്സ് കൊടുത്തു. ഗുഡ്സ് കൊടുത്താൽ നമ്മൾ എന്ത് എഴുതണം? സോൾഡ് ആയതുകൊണ്ട് എന്ത് എഴുതും? സെയിൽസ്. വെരി ഗുഡ്. സെയിൽസ് അക്കൗണ്ട്. എത്ര എമൗണ്ട് ഉണ്ടാവേണ്ടത്? രാജന് കൊടുത്ത് 2500. എന്നിട്ട് നരേഷൻ എഴുതുന്നത് ബീങ് ഗുഡ്സ് സോൾഡ് ടു രാജൻ ഫോർ ക്രെഡിറ്റ്. രാജന് ക്രെഡിറ്റിന് സാധനം വിറ്റു എന്ന് നരേഷൻ എഴുതി വെക്കാം. ഓക്കെ, എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ നേരെ 2500, ഇതിൻ്റെ നേരെ താഴെയാണ് അടുത്ത എമൗണ്ട് എഴുതേണ്ടത്. അപ്പോൾ 8-ാം തീയതി കഴിഞ്ഞു. ഇനി അടുത്ത ഡേറ്റിന് 12-ാം തീയതി ഡേറ്റിന് പർച്ചേസ് ഗുഡ്സ് ഫ്രം മോഹൻ. അടുത്ത ഇതാണ് ജേർണൽ എൻട്രിയാണ്. പർച്ചേസ് ഗുഡ്സ് ഫ്രം മോഹൻ. അതും ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. കാരണം എന്താ? മോഹൻ എന്ന ഒരു വ്യക്തിയുടെ പേരുണ്ട്, പക്ഷെ അവിടെ എന്തില്ല? ക്യാഷ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ ഗുഡ്സ് മോഹന്റെ കയ്യിൽ നിന്നും കടത്തിന് വാങ്ങി എന്നർത്ഥം. ഗുഡ്സ് മോഹന്റെ കയ്യിൽ നിന്നും കടത്തിന് വാങ്ങിയാൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഗുഡ്സ് റിസീവ് ചെയ്യും. ഗുഡ്സ് എന്ന് നമ്മൾ എഴുതി വെക്കൂല. വാങ്ങുമ്പോൾ നമ്മൾ എന്ത് എഴുതി വെക്കണം എന്ന് പറഞ്ഞു? പർച്ചേസസ്. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ. പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. നമ്മൾ ഗിവിങ് ചെയ്തത് എന്താ? ക്യാഷ് കൊടുത്തിട്ടില്ല, കടത്തിനാണ് വാങ്ങിയത്. അപ്പൊ നമ്മൾ ആരെ ഉണ്ടാക്കി? ഒരു കടക്കാരൻ. നമ്മൾ കൊടുക്കാനുള്ള ഒരു കടക്കാരനെ നമ്മൾ ഉണ്ടാക്കി. അയാളുടെ പേരെന്താ? മോഹൻ. അപ്പൊ ക്യാഷിന് പകരം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് വ്യക്തിന്റെ പേര് എഴുതണം. ടു മോഹൻ അക്കൗണ്ട്. എന്ത് എഴുതും? നരേഷൻ ബീങ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ്. ബീങ് ഗുഡ് എന്താണോ അതിൻ്റെ ഒരു സംഗ്രഹ രൂപം എഴുതി വെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബീങ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം മോഹൻ. മോഹൻ ഓൺ ക്രെഡിറ്റ്. നമ്മൾ ക്രെഡിറ്റിന് സാധനം വാങ്ങി എന്ന് എഴുതി വെക്കുക. എത്ര രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് അയാളെ കയ്യിൽ നിന്നും, മോഹൻ്റെ കയ്യിൽ നിന്നും? 3000 രൂപക്ക്. അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ 3000 എന്ന് എഴുതാം, ക്രെഡിറ്റ് കോളത്തിലും 3000 എന്ന് എഴുതാം. വയറ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. എമൗണ്ട് എഴുതുമ്പോൾ ഈ പർച്ചേസിന് നേരെ 3000, മോഹൻ്റെ നേരെ കുറച്ച് താഴേക്കാണ് അടുത്ത എമൗണ്ട് എഴുതേണ്ടത്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ? അടുത്ത ട്രാൻസാക്ഷൻ റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ സ്വീകരിച്ചു. എന്താ ഡേറ്റ്? 19-ാം തീയതി കമ്മീഷൻ സ്വീകരിച്ചു. കമ്മീഷൻ സ്വീകരിക്കുമ്പോൾ ബിസിനസ് റിസീവ് ചെയ്യുന്നത് എന്താ? കമ്മീഷൻ സ്വീകരിക്കുമ്പോൾ കമ്മീഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എന്താ കിട്ടുന്നത്? ക്യാഷ്. അപ്പൊ മുകളിൽ നമ്മൾ റിസീവ് ചെയ്യുന്നത് ആദ്യം എഴുതും ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷനെ നമ്മൾ ഗിവിൻ ചെയ്തു, കമ്മീഷൻ അക്കൗണ്ട്. ഒരു ബ്രാക്കറ്റിൽ എഴുതുക എന്ത്? ബീങ് കമ്മീഷൻ റിസീവ്ഡ്. എത്രയാണ് കമ്മീഷൻ കിട്ടിയത്? അതിൻ്റെ താഴെ വരക്കുക. എത്രയാണ് നമുക്ക് കമ്മീഷൻ കിട്ടിയത്? 250. ഓക്കെ, അടുത്ത ജേർണൽ എൻട്രി. ഇനി അടുത്ത ജേർണൽ എൻട്രി ഏതാ? അടുത്ത ജേർണൽ എൻട്രി അതേപോലെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം എഴുതേണ്ടത് റിസീവിംഗ് ആണ്.
റിസീവിങ് ആസ്പെക്റ്റ് ആണ് എഴുതേണ്ടത്, ഡെബിറ്റ് ആസ്പെക്റ്റ് ആണ് എഴുതേണ്ടത്. പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഡേറ്റ് കോളത്തിൽ നിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് എന്ത് ചെയ്തും ഗിവിങ് ആസ്പെക്റ്റ് എന്ത് ചെയ്യും എഴുതി വെക്കും. അടുത്ത ഗിവിങ് ആസ്പെക്റ്റ് എന്താ? അടുത്തത് എന്താ? പെയ്ഡ് സാലറി. എന്നാ ഡേറ്റ്? 25-ാം തീയതി 2019 ജനുവരി 25-ാം തീയതി സാലറി കൊടുത്തു എന്നാണുള്ളത്. അപ്പൊ സാലറി കൊടുക്കുമ്പോൾ എന്താ ബിസിനസ് ഗിവിങ് ചെയ്യുന്നത്? ക്യാഷ് ആണ്. ബിസിനസ് ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നത് എന്താണ്? സാലറിയാണ്. അപ്പൊ എന്ത് എഴുതും? റിസീവ് ചെയ്യുന്നത് ആദ്യം എഴുതും. എങ്ങനെ എഴുതും? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്ത് നരേഷൻ എഴുതും? ബീയിങ് സാലറി പെയ്ഡ്. ബീയിങ് സാലറി പെയ്ഡ്. സാലറി കൊടുത്തു. എത്ര രൂപയാണ് സാലറി കൊടുത്തത്? 3500. ഇനി 27-ാം തീയതി എന്താ സംഭവിച്ചത്? റിസീവ്ഡ് എ ക്യാഷ് ഫ്രം രാജൻ. രാജന്റെ കൈവശത്തിൽ നിന്നും ക്യാഷ് സ്വീകരിച്ചു. രാജന് നമ്മൾ 8-ാം തീയതി രാജന് നമ്മൾ സാധനങ്ങൾ കടത്തിന് വിറ്റിട്ടുണ്ട്. ആ രാജന്റെ കയ്യിൽ നിന്നും നമുക്ക് 1500 രൂപ കിട്ടി. റിസീവ്ഡ് ക്യാഷ് ഫ്രം രാജൻ. രാജന്റെ കയ്യിൽ നിന്നും ക്യാഷ് കിട്ടി. രാജന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ബിസിനസ്സിന് റിസീവ് ചെയ്യുന്നത് എന്താ? ബിസിനസ് എന്ത് റിസീവ് ചെയ്യും? രാജന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് റിസീവ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ആസ്പെക്റ്റ് ആദ്യം എഴുതും, റിസീവിങ് ആസ്പെക്റ്റ് ആദ്യം എഴുതും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്പേസ് ഇട്ടിട്ട് ടു. ആരെ എഴുതും? ടു. എന്താ നമ്മൾ ഗിവിങ് ചെയ്തത്? രാജൻ. ടു രാജൻ. എത്ര എമൗണ്ടാ രാജന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയത്? 2500 രൂപന്റെ സാധനം വിറ്റിട്ട് 1500 രൂപ അയാൾ കൊണ്ടുവന്ന് തന്നു. അപ്പൊ ഇവിടെ നരേഷൻ എഴുതും എന്ത്? ബീയിങ് ക്യാഷ് റിസീവ്ഡ് ഫ്രം രാജൻ. ദെൻ 27-ാം തീയതി ഡേറ്റ് കഴിഞ്ഞു. ഇനി 28-ാം തീയതി വീണ്ടും പെയ്ഡ് ക്യാഷ് ടു മോഹൻ. 2000 രൂപ പെയ്ഡ് ക്യാഷ് ടു മോഹൻ. മോഹന് ക്യാഷ് കൊടുത്തു. മോഹൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാണ് ക്യാഷ് കൊടുത്തത്? പെയ്ഡ് ക്യാഷ് ടു മോഹൻ 2000 രൂപ ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുക്കുമ്പോൾ ബിസിനസ് സ്ഥാപനം ഗിവിങ് ചെയ്യുന്നത് എന്താ? നമുക്ക് വേഗം കത്തും. ഗിവിങ് ചെയ്യുന്നത് എന്താ? ക്യാഷ് ആണ്. ഗിവിങ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് എഴുതണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ കൊടുത്തത് എന്താ? നമുക്ക് കിട്ടിയത് എന്താ? മോഹൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മോഹൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു. നമ്മൾ ഗിവിങ് ചെയ്തു എന്ത്? ടു ക്യാഷ് അക്കൗണ്ട്. ഒരു ബ്രാക്കറ്റിൽ ചെയ്ത് എന്ത്? ബീയിങ് ക്യാഷ് പെയ്ഡ് ടു മോഹൻ. എത്ര രൂപയാ മോഹന് ക്യാഷ് കൊടുത്തത്? 2000. ഇനി അവസാനത്തെ ജേണൽ എൻട്രി 31-ാം തീയതിയിലെ ജേണൽ എൻട്രി. പെയ്ഡ് റെന്റ്. വാടക കൊടുത്തു. വാടക കൊടുത്തു. എത്ര രൂപ? 750. വാടക കൊടുത്താൽ ഗിവിങ് ചെയ്യുന്നത് എന്താ? ഒരു ബിസിനസ് സ്ഥാപനം വാടക കൊടുത്താൽ ഗിവിങ് ചെയ്യുന്നത് നമുക്ക് വേഗം കിട്ടും. ഏതാ? ക്യാഷ് ആണ്. അപ്പോൾ റിസീവ് ചെയ്യുന്നത് എന്താ? റെന്റ്. റിസീവ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം എഴുതണം. എങ്ങനെ എഴുതും? റെന്റ്. റിസീവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? ഡെബിറ്റ്. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ക്യാഷ് നമ്മൾ കൊടുത്തു. എത്ര? 750. എന്ത് നരേഷൻ എഴുതും? ബീയിങ് റെന്റ് പെയ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി ജേണൽ ചെയ്യുക. ഇതിനെ ജേണലൈസിങ് എന്നാണ് പറയുക. ഒരു ട്രാൻസാക്ഷന് ജേണലിലേക്ക് എടുത്തെഴുതുന്ന പ്രോസസ്സിനെ ജേണലൈസിങ് എന്നാണ് വിളിക്കുക. ജേണൽ എൻട്രീന് ട്രാൻസാക്ഷന് ജേണലിലേക്ക് എടുത്തെഴുതുന്ന പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ ഇൻ ടു ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. എന്താ വിളിക്കുക? ജേണലൈസിങ് എന്ന് വിളിക്കും. ജേണലൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റിന് ആദ്യം എഴുതും, ഗിവിങ് ചെയ്യുന്ന ആസ്പെക്റ്റിന് രണ്ടാമത്. റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് എങ്ങനെ തുടങ്ങണം? കണ്ടില്ലേ? ഈ ഡേറ്റ് കോളത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആസ്പെക്റ്റ് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുന്ന ലെഡ്ജർ ഫോളിയോന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എഴുതണം. എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഗിവിങ് ആസ്പെക്റ്റ് എഴുതണം. ടു എന്ന് മുന്നിൽ എഴുതിയിട്ട് ആ ഗിവിങ് ആസ്പെക്റ്റ് ടു ക്യാഷ് എന്ന് എഴുതണം. വളരെ സിമ്പിളാണ്. എന്ത് അസംഷൻ കൊടുത്താൽ മതി? നിങ്ങളാണ് ബിസിനസ് സ്ഥാപനം, നിങ്ങളാണ് റിസീവ് ചെയ്യുന്നത്, നിങ്ങളാണ് ഗിവിങ് ചെയ്യുന്നത്.
റിസീവ് ചെയ്യുന്നത് ആദ്യം, എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഗിവിങ് ചെയ്യുന്നത്. നമ്മൾ കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏത് ജേർണൽ എൻട്രി കിട്ടുമ്പോഴും നമുക്ക് പെട്ടെന്ന് എഴുതാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസം തോന്നും. വീണ്ടും രണ്ടാമത്തെ മൂന്നാമത്തും ആകുമ്പോൾ ഇതൊരു ആർട്ടാണ്, ഒരു കലയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കതിനെക്കുറിച്ച് ചെയ്യാനും പറയാനും സാധിക്കും. കേട്ടതാണ്.